പ്രഗ്നൻസി എന്ന 10 മാസക്കാലം ഒരു സ്ത്രീ 10 കിലോ ആണ് ഒരു മിനിമം വെയിറ്റ് കൂടുക. 10 കിലോ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു 10 കിലോന്റെ കട്ടിയും വെച്ചിട്ട് നിങ്ങൾ 24 അവർ പിടിച്ച് നടക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഒരു 10 കിലോ സഞ്ചി പിടിച്ചിട്ട് 24 മണിക്കൂർ താങ്ങി നടക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? പക്ഷേ അങ്ങനെ നമ്മളെ ഉമ്മ ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മളെ ഉമ്മ നമ്മളെ പ്രസവിച്ചു. ഏറ്റവും ശക്തമായ വേദനയാണ്. അറ്റാക്കിന്റെ വേദനയോളം വേദനയുണ്ട് പ്രസവ വേദനയ്ക്ക്. പക്ഷെ അറ്റാക്കിന്റെ വേദനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അത് കുറച്ചേരം ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ നമ്മൾ വടിയാവും, അല്ലെങ്കിൽ നമുക്ക് ജീവൻ തിരിച്ചു കിട്ടും. ആസ്പത്രി പോയി ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ മരുന്നൊക്കെ കയറ്റി ജീവൻ തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ നമ്മൾ തട്ടിപ്പോവും. പക്ഷെ അത് കുറച്ചേരം ഉണ്ടാവുള്ളൂ. പക്ഷേ ആദ്യത്തെ പ്രസവം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ് വേദന. ഒന്നും പോയി ഇങ്ങനെ നിൽക്കും. ആ പ്രസവ വേദന സഹിച്ചില്ലേ നമ്മുടെ ഉമ്മ അല്ലേ. അതിനുശേഷം നിങ്ങൾ ആലോചിക്കുക, അതിനുശേഷം നമ്മളെ വളർത്തി അല്ലേ. നിലത്ത് വെക്കാതെ കരയുമ്പോൾ രാത്രിയൊക്കെ പനിച്ചാൽ പലപ്പോഴും എന്താണ്, ഞാനൊക്കെ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് ക്ഷീണിച്ചുറങ്ങിയാൽ നേരം വെളുത്താലേ പിന്നെ നീച്ചുള്ളൂ. സുബയാൻ കൊടുക്കുന്നതിന് മുമ്പേ നീക്കുള്ളൂ, അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുന്നത് കേട്ടിട്ടാണ് നീക്കുക. അതിൻ്റെ മുമ്പ് ഞാൻ എന്ത് സംഭവിച്ചാലും ഞാൻ അറിയില്ല. പക്ഷെ നമ്മളെ കുട്ടികൾക്ക് അസുഖമായാൽ മരുന്ന് കൊടുക്കുന്നതും അവരെ നനച്ച് തുടത്തി നേരം വെളുക്കോളം ഉറക്കമിളച്ച് അവരെ നോക്കിയത് നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ മാതാവാണ്. അതുകൊണ്ട് 3 പ്രാവശ്യവും അള്ളാന്റെ റസൂല് പറഞ്ഞതിൽ യാതൊരു അത്ഭുതമില്ല. അത്രത്തോളം നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് സഹോദരങ്ങളെ. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഉമ്മയുടെ അല്ലെ, നമ്മുടെ ഉമ്മാന്റെ ഒരു സ്ത്രീന്റെ ശബ്ദം കേൾക്കുമ്പം ഇപ്പൊ പ്രസവിച്ച കുട്ടിയാണെങ്കിൽ പോലും അത് സൈലന്റ് ആവും. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് എന്തോ, ഇതെന്താ ഈ ഉമ്മാന്റെ ശബ്ദം അല്ലെങ്കിൽ ഉമ്മാന്റെ ഒരു പരിചയം ഉണ്ടാവുമ്പം ആ പ്രസവിച്ചതിന് ശേഷമുള്ള പരിചയമാണെന്ന് അത്രയും കാലം വിചാരിച്ചത്. എന്നാൽ ശാസ്ത്രം പറയുന്നത് എന്താ, നിങ്ങൾ ആ ഗർഭാശയത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ കുട്ടിക്ക് കേൾവി ലഭിച്ചത് മുതൽ ആ കുട്ടി അതിൻ്റെ ഉമ്മയുടെ ശബ്ദം മനസ്സിലാക്കുന്നുണ്ടെന്നാണ്, അറിയുന്നുണ്ടെന്നാണ്. ആ പരിചയമാണ് പ്രസവത്തിന് ശേഷം ഉമ്മ സമാധാനിപ്പിക്കുമ്പോഴും ഉമ്മയുടെ ഒച്ച കേൾക്കുമ്പോഴും ആ കുട്ടിയുടെ മുഖത്തുണ്ടാകുന്ന സമാധാനം അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് അത്രത്തോളം കെയർ നൽകാൻ ഒരു ഉമ്മാക്ക് സാധിക്കുന്നത് അത് അല്ലാഹുവിൻ്റെ വലിയ ഔദാര്യമാണ്.